സ്നാനമേറ്റ ആത്മാവിനെ പ്രാപിച്ചവര് വീണ്ടും പള്ളികളിലേക്ക് മടങ്ങിപ്പോയിട്ട് പാപികളുടെ കൂടെ അപ്പം നുറുക്കുന്നത് ഇരട്ടി പാവമാണ്. അങ്ങനെ സ്നാനമേറ്റ വിശുദ്ധന്മാരോടായിട്ട് ചേർന്ന് അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കർത്താവിന്റെ സാക്ഷിയായിട്ട് നിന്നും കർത്താവിന് വേണ്ടി കഷ്ടവും നിന്നയും മറ്റും നമ്മൾ കാത്തിരിക്കുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് സൂര്യൻ അസ്തമിക്കാതെ പോയേക്കാം, പക്ഷെ യേശു ക്രിസ്തു മടങ്ങി വരാതിരിക്കത്തില്ല. അവൻ മടങ്ങി വരുമ്പോൾ നമ്മുടെ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള അവന്റെ ഈ ശരീരമുണ്ടല്ലോ, ഈ ശരീരം മണ്ണിലേക്ക് മടങ്ങുമെങ്കിലും അവൻ നമുക്ക് പുതിയൊരു ശരീരം തന്നുകൊണ്ട് 1000 വർഷം യേശുക്രിസ്തുവിനോട് കൂടെ ഭൂമിയിൽ വാഴുകയും 1000 വർഷത്തിന് ശേഷം ലോകം അവസാനിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലേക്ക് പറന്നു പോവുകയും ചെയ്യും. നിത്യാനന്ദം നമ്മുടെ തലമേലിരിക്കും. ഇനി ദുഃഖങ്ങളില്ല, കണ്ണുനീരില്ല, നിലവിളിയില്ല, രോഗങ്ങളില്ല, ഭാരങ്ങളില്ല. പ്രിയപ്പെട്ടത്, എന്തോ ഒരു സന്തോഷമാണ്, എന്തോ ഒരു സന്തോഷമാണ് ഈ സ്വർഗീയ ജീവിതം, എന്തോ ഒരു സന്തോഷമാണ്. അതിനുവേണ്ടി കാത്തിരിക്കുന്ന വേണ്ടിയ പാട്ടുകൾ നമ്മൾ പാടിയിട്ട് അതിന്റെ പ്രവൃത്തിയിലേക്ക് പോകാതെ നമ്മൾ ഈ പാട്ട് പാടിയത് കൊണ്ട് എന്ത് പ്രയോജനം? പ്രിയപ്പെട്ടവരെ, നോക്കുവിന് നമ്മൾ പാടുന്ന 95% പാട്ടുകളും ഇങ്ങനെ സ്നാനമേറ്റ വിശുദ്ധന്മാരെഴുതിയ പാട്ടുകളാണ്. അത് പാടിയിട്ട് പാപികളായിട്ട് നിങ്ങൾ മരിച്ചത് കൊണ്ട് എന്ത് പ്രയോജനം? പാപിയായിട്ട് മരിച്ച നിനക്ക് വേണ്ടി ഈ വിശുദ്ധന്മാരെഴുതിയ പാട്ട് പാടിയത് കൊണ്ട് എന്ത് പ്രയോജനം? നീ സ്വർഗരാജ്യത്തേക്ക് പോകുന്നതുമില്ല. ആകിയാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിനെല്ലാം തള്ളിക്കളഞ്ഞ് എന്ത് ചെയ്തപ്പോൾ നിങ്ങൾക്കെല്ലാം എന്നോട് പരിഹാസം. എനിക്കറിയാം, നിങ്ങൾ ഒരു സഹോദരിക്ക് അവിടെ പല്ലുറുമ്പുന്നുണ്ട്, ആ സൗണ്ട് എനിക്ക് ഇവിടെ കേൾക്കാമെന്നേ. പ്രിയപ്പെട്ടവരെ, പക്ഷെ ഒരു കാര്യമുണ്ട്, നാളെ നീ മരിക്കും, ഞാനും മരിക്കും. യേശു ക്രിസ്തുവിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളെ എത്ര സ്നേഹിച്ചു നിങ്ങൾ അന്നറിയും പ്രിയപ്പെട്ടെ, അന്നറിയും പ്രിയപ്പെട്ടെ നിങ്ങൾ. എന്നാൽ നോക്കുവിന്, നിങ്ങൾ ഇതിനെ തള്ളിക്കളഞ്ഞ് അഹങ്കാരത്തോടു കൂടി പാപിയായിട്ടാണ് പുരോഹിതന്മാർ ഉൾപ്പെടെ അടക്കപ്പെടുന്നതെങ്കിൽ, ഇന്നാണ് യേശു ക്രിസ്തു മടങ്ങി വരുന്നതെങ്കിൽ ഇന്നേക്ക് 1000 വർഷം തികയുന്നെന്ന് ലോകം അവസാനിക്കുമെന്നും അന്ന് പാപിയായിട്ട് അടക്കപ്പെട്ട എല്ലാവരും കല്ലറകളെ വിട്ട് ഇതേ രൂപത്തിൽ എഴുന്നേറ്റ് വന്ന് യേശു ക്രിസ്തുവിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിങ്ങളുടെ രഹസ്യങ്ങളും പാപങ്ങളും അവൻ വെളിപ്പെടുത്തി അവൻ നിന്നെ നിത്യമായിരിക്കും നരകാക്കിയിലേക്ക് എറിഞ്ഞു കളഞ്ഞാല് അന്ന് സൂര്യചന്ദ്ര നക്ഷത്രാദി ഗോളങ്ങൾ ഇല്ലാത്തത് കൊണ്ടും അന്ന് സമയവും കാലവും ഇല്ലാത്തത് കൊണ്ടും എന്റെ പ്രിയപ്പെട്ടവരെ, അവൻ നമ്മളെ നരകത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞാൽ ഇവിടെ പുരോഹിതന്മാരന്നില്ലല്ലോ തൂവ പ്രാർത്ഥന ചെയ്യാന്. പ്രിയപ്പെട്ടവരെ, നിന്റെ ആത്മാവ് നരകാക്കിയിലേക്ക് വീട് കഴിഞ്ഞാൽ ഒരു മടങ്ങി വരവില്ല. ഭൂമിയിലെ 50 or 60 വർഷം അടുത്തുകൊണ്ടല്ലേ പലരും ആത്മഹത്യ ചെയ്യുന്നത്. എന്നാൽ എത്ര കോടി വർഷം ഒരു കണക്കില്ല, അന്ന് വർഷത്തിന്റെ കണക്കില്ല, സൂര്യനില്ല. പ്രിയപ്പെട്ടവരെ, അന്തമില്ലാത്ത എന്തില്ലാത്ത ആ നരകാഗ്നിയിലേക്ക് എന്നും നമ്മുടെ ആത്മീയ ശരീരം വെന്ത് കിടക്കും. പ്രിയപ്പെട്ടവരെ, ആർക്കും നിന്നെ സഹായിക്കാൻ കഴിയത്തില്ല. ഇവിടെ ക്യാൻസർ രോഗികളൊക്കെ കഠിനമായിരിക്കുന്ന വേദനയിലേക്ക് പോകുമ്പോൾ അവർക്ക് ചില സഡേഷന്റെ മരുന്ന് കൊടുത്ത് 5 മിനിറ്റോ 10 മിനിറ്റോ കഠിനമായിരിക്കുന്ന വേദന അവരെ മയക്കി കിടത്തി ഉറക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവ് നരകത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ 10,000 ലക്ഷം കോടി വർഷം കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് തണുപ്പ് കിട്ടുവാൻ നമ്മൾ കൊതിക്കും, കിട്ടത്തില്ല. പ്രിയപ്പെട്ടവരെ, അത്ര ഭയങ്കരമായിരിക്കുന്ന നരകാഗ്നികളെ വീണ്ടെടുക്കാനായി സുവിശേഷം അറിയിക്കുന്നത്. ഒരു സുവിശേഷകന്റെ വേദന നിങ്ങൾ അറിയത്തില്ലയോ? പൗലോസ് പറഞ്ഞു, ഞാൻ കണ്ണുനീരോട് കൂടിയാണ് നിങ്ങളോട് സംസാരിച്ചത്. 3 വർഷം രാപ്പകൽ നിങ്ങളുടെ കണ്ണുനീരോട് കൂടി ഞാൻ സംസാരിച്ചത്. നിങ്ങളൊരാളുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്നുള്ള ഭാരം കൊണ്ട്